നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആൻഡൻസ് മെഡിക്കോഡിന്റെ MD മിസ് നീതു വർഗീസ്. നമുക്ക് മാമിനെ ഒന്ന് പരിചയപ്പെടാം. ഒരു പാരാമെഡിക്കൽ പ്രൊഫഷണൽ ആയിരിക്കെ മാം എങ്ങനെയാണ് ആൻഡൻസ് മെഡിക്കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം നമ്മുടെ അങ്കമാലി കേന്ദ്രീകരിച്ച് തുടങ്ങാനായിട്ട് ഒന്ന് ബ്രീഫ് ചെയ്യും. ഓക്കെ, ഞാനൊരു നഴ്സിംഗ് ഗ്രാജുവേറ്റ് ആണ്. നഴ്സിംഗ് സൈഡിൽ കുറച്ച് നാള് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ UAE പോകുന്നത്. അപ്പോൾ അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് റവന്യൂ സൈക്കിൾ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ട് മെഡിക്കൽ കോഡിങ്, മെഡിക്കൽ ഓഡിറ്റിംഗ്, സബ്മിഷൻ റീസബ്മിഷൻ യൂണിറ്റ്, അങ്ങനെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ഇത് എന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. ഞാനും അങ്ങനെ മെഡിക്കൽ കോഡിംഗ് പഠിച്ചു. മെഡിക്കൽ കോഡറായിട്ടും ഓഡിറ്ററായിട്ടും എല്ലാം ഹോസ്പിറ്റൽസിൽ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസും എനിക്കുണ്ട്. അതിനുശേഷം ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്നപ്പോഴാണ് എന്തുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഈ ഒരു കോഴ്സ് പരിചയപ്പെടുത്തി കൂടാ എന്ന് ചിന്തിച്ചിട്ടാണ് അങ്കമാലിന്റെ സ്വദേശമാണ്, അങ്കമാലിയിൽ നമ്മളിങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടാനും കാലക്രമേണ നമ്മളത് തൃശ്ശൂർക്കും കണ്ണൂർക്കും എല്ലാം എക്സ്പാൻഡ് ചെയ്യാനും ഇടയായ സാഹചര്യം. ഒരു ബിസിനസ് ഓറിയന്റഡ് മാത്രമായിട്ടുള്ള സ്ഥാപനമാണോ അതോ കുട്ടികളുടെ കരിയർ കൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്? ആൻഡൻസ് മെഡിക്കോഡ് തികച്ചും ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ പഠിച്ചിറങ്ങുന്ന 99% കുട്ടികളും പ്ലേസ്ഡ് ആവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 4 കോഴ്സസ് ആണ് മെയിൻലി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്: മെഡിക്കൽ കോഡിംഗ്, ട്രാൻസ്ക്രിപ്ഷൻ, സ്ക്രൈബിംഗ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് ഈ 4 കോഴ്സുകളിലും പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഒന്നില്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ ഇന്റേൺഷിപ്സ് ആയിട്ടോ അല്ലെങ്കിൽ പ്ലേസ്മെന്റ്സ് ആയിട്ടോ നമുക്ക് കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പഠിക്കുന്ന കുട്ടികൾ എവിടെയെങ്കിലും പ്ലേസ്ഡ് ആവുന്നുണ്ടോ ഏതെങ്കിലും റെപ്യൂട്ടഡ് കമ്പനികളിൽ? ഉണ്ട്, ഒരുപാട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസുകളിലും അതുപോലെ തന്നെ MNC കമ്പനികളിലും. അത് കേരളത്തിൽ മാത്രമല്ല പുറത്തും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് പ്രവൃത്തി പരിചയമുള്ള കുട്ടികളാണെങ്കിൽ അവർ നാട്ടിൽ വർക്ക് ചെയ്തതിനു ശേഷം UAE, GCC പോലെയുള്ള കൺട്രീസിലേക്കും അവർ പോകുന്നുണ്ട്. ആൻഡൻസ് മെഡിക്കോഡ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ഏതൊക്കെ തന്നെ ആയാലും അതൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടേ പ്ലേസ്മെന്റിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് നിലവിലുണ്ടോ? ഇല്ല, അത് തീർച്ചയായും തെറ്റായൊരു കോൺസെപ്റ്റ് ആണ്. ഇന്റേൺഷിപ്പ് നമ്മൾ കൂടുതലായിട്ടും അവർക്ക് പ്രാക്ടിക്കൽ സൈഡിലുള്ള നോളേജ് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇന്റേൺഷിപ്പ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഒരു ക്ലിനിക്കൽ, നോൺ ക്ലിനിക്കൽ കോഴ്സസ് ആണെങ്കിൽ, ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സസ് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ സൈഡ് നോളേജും കൂടി വേണമല്ലോ അവർക്ക് വർക്ക് ചെയ്യാൻ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും കോഴ്സുകൾക്ക് ശേഷം ഇന്റേൺഷിപ്പും കൂടി സജസ്റ്റ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പിന് ശേഷം പ്ലേസ്മെന്റ്സിലേക്ക് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് 3 മന്തോ 6 മന്തോ ഇന്റേൺഷിപ്പിന് ശേഷം എബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടായാലും അവർക്ക് അത് ട്രൈ ചെയ്യാം. ആൻഡൻസ് മെഡിക്കോഡ് ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതെ, ആൻഡൻസ് മെഡിക്കോഡ് തികച്ചും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമുക്ക് ഒരുപാട് ലൈസൻസുകൾ ഉണ്ട്. ഇപ്പൊ പറയാനാണെങ്കിൽ AAPC അപ്രൂവലോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ആൻഡൻസ്. അതുകൂടാതെ ISO, MSME സർട്ടിഫിക്കേഷൻ, ട്യൂട്ടോറിയൽ ലൈസൻസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരുവിധം എല്ലാ മാനദണ്ഡങ്ങളോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അതുകൂടാതെ നമുക്ക് 2025 ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി ഈ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒരു പുതിയ ഒരു ലൈസൻസും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അപ്രൂവലോട് കൂടി നിരവധി കോഴ്സുകൾ നമുക്ക് ആൻഡൻസ് മെഡിക്കോഡിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ലൈസൻസുകളൊക്കെ കുട്ടികൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് വെച്ച് അബ്രോഡേക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ അവർക്കവിടെ ജോലി സാധ്യത എത്രമാത്രം നമുക്ക് ഷുവർ ചെയ്യാനായിട്ട് സാധിക്കും? ഈ സർട്ടിഫിക്കറ്റോട് കൂടി അവർ അബ്രോഡ് പോവുകയാണെങ്കിൽ 100% അവർക്ക് ജോലിക്ക്, ഏത് ജോലിയായാലും ഏത് മേഖലയിലുള്ള ജോലിയായാലും അവർക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഒരു OJT എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ആ ഒരു OJT എന്ന് പറയുന്ന കോൺസെപ്റ്റ് മെഡിക്കൽ കോഡിംഗിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുവരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഈ OJT എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരാൻ തന്നെ ഇടയായ സാഹചര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പഠിപ്പിക്കുന്ന കോഴ്സുകളെല്ലാം തന്നെ ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ്. ഇപ്പൊ മെഡിക്കൽ കോഡിംഗ് ആയിക്കോട്ടെ, ട്രാൻസ്ക്രിപ്ഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, എല്ലാം തന്നെ ഹോസ്പിറ്റൽ സൈഡിലെ കോഴ്സസ് ആണ്. നമ്മൾ തിയറട്ടിക്കൽ പോർഷൻസ് മാത്രം കവർ ചെയ്താൽ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു MNC കമ്പനിയിൽ വർക്ക് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിന്റെ യാതൊരു അവയർനെസ്സും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു കോഴ്സ് അവർ സെലക്ട് ചെയ്യുമ്പോൾ മന്ത്ലി വൺസ് എന്നുള്ള രീതിയിൽ അവര് ഏത് കോഴ്സ് ആയാലും, ഫോർ എക്സാമ്പിൾ മെഡിക്കൽ കോഡിംഗ് ആണെങ്കിൽ അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു മെഡിക്കൽ കോഡിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് അവര് ഫയൽസ് കോഡ് ചെയ്യുന്നത്, ഒരു ലൈവായിട്ട് ഒരു EMR-ൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ചാർട്ടില് അവരെങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ അവരെ കൊണ്ടുപോയി അവിടുത്തെ സ്റ്റാഫിന്റെ ടോക്കുകളും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഒരു OJT എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അപ്പൊ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ബ്ലെൻഡ് ചെയ്ത് ക്ലാസ്സസ് പോവുക എന്നുള്ളൊരു മെത്തേഡാണ് ആൻഡൻസ് മെഡിക്കോഡ് മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. മെഡിക്കൽ കോഡിംഗ് കഴിഞ്ഞു നിൽക്കുന്ന കുട്ടികൾക്ക് CPC ക്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം മാൻഡേറ്ററി ആണ്. CPC എക്സാമിനേഷൻ ഒരു AAPC അതോറിറ്റിയുടെ അണ്ടറിലുള്ള ഒരു ലൈസൻസ്ഡ് എക്സാം.
അപ്പോൾ ഒരു മെഡിക്കൽ കോഡിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം CPC എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അതൊരു US എക്സാം ആയതുകൊണ്ട് തന്നെ ഒരു ഇന്റൻസ് ട്രെയിനിങ് കൂടി അതിന് ആവശ്യമുണ്ട്. ഇപ്പോൾ CPC ഉടനടി എഴുതിയില്ലെങ്കിൽ പോലും ഒരു 1 ഇയറോ 2 ഇയറോ എക്സ്പീരിയൻസിന് ശേഷം എഴുതാനും സാധിക്കുന്ന ഒരു എക്സാം ആണ് CPC എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ ആൻറ്റൻസിൽ ചെയ്യുന്നത് നമ്മൾ മാക്സിമം സ്റ്റുഡൻസിനോട് CPC സജസ്റ്റ് ചെയ്യാറുണ്ട്. അവര് അവരുടെ കോഴ്സ് കംപ്ലീഷന് ശേഷം CPC പെട്ടെന്ന് എടുക്കണം എന്നുള്ളൊരു തീരുമാനമുള്ള കുട്ടികളാണെങ്കിൽ അവർ CPC എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്യുന്നു. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കോച്ചിങ്ങും എക്സ്ക്ലൂസീവ്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻ കേസ് ആ കുട്ടിക്ക് CPC എക്സാമിനേഷൻ എഴുതാൻ ഫിനാൻഷ്യലി എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ തന്നെയും നമ്മൾ ഇമ്മീഡിയറ്റ്ലി പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അങ്ങനെ ആ കുട്ടിക്ക് നല്ലൊരു കമ്പനിയിൽ നമ്മൾ പ്ലേസ്മെന്റ്സ് കൊടുക്കുന്നു. അവിടെ ആ കുട്ടി ജോലി ചെയ്ത് ഒരു 6 മന്തോ ഒരു വർഷമോ ആയതിനു ശേഷം CPC എഴുതണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് ട്രെയിനിങ് കൊടുത്ത് CPC പാസ്സാക്കിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.